ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിലേക്കായിട്ട് 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത പഴം തന്നെയാണ് കേട്ടോ. എന്നാൽ ഓവറായിട്ട് പഴുത്തു പോവാത്ത നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. ഇത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട മതിയാവും, ഒരുപാട് മുട്ടയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചതാണ്. പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ മെൽറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ് പൊടിച്ചെടുത്തത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഇനി നല്ല രീതിക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദ, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും കൂടെ വേണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ഓരോ പീസും മൈദയിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. മൈദയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ കോട്ടാവുന്ന രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കണം. പിന്നെ ഇത് നമുക്ക് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്യാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഡിപ്പ് ചെയ്യാൻ നമുക്ക് കയ്യിലൊന്നും ആവാതെ പെട്ടെന്ന് ബ്രെഡ് ക്രംസിലേക്ക് ഇടുമ്പം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. മുട്ടയിൽ മുക്കിയെടുത്ത പീസും നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് എത്തുന്ന രീതിയിൽ തന്നെ നല്ല രീതിക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കയ്യിലൊന്നും അധികം മുട്ട ആവാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ബാച്ച് ഇവിടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് റെഡിയാക്കി എടുത്താൽ മതി. നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഓരോ പീസും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ചൂടാവണ്ട, മീഡിയം ചൂടായാൽ മതി. ഓവറായിട്ട് ചൂടായ ബ്രെഡ് ക്രംസ് ഇടുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കരിഞ്ഞു പോവാതെ ആ കട്ട്ലറ്റൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ രീതിക്ക് നല്ലൊരു കളറിൽ, ഗോൾഡൻ കളറിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ബ്രെഡ് ക്രംസ് ഒരുപാട് കരിഞ്ഞു പോവാതെ ആ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. നല്ല ക്രിസ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഐറ്റം തന്നെയാണ്. പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.